നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി സർക്കാർ വിളിച്ച ചർച്ച തുടങ്ങി. NHM ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് ആശാ വർക്കേഴ്സിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി NHM സ്റ്റേറ്റ് മിഷൻ ഓഫീസിന് മുൻപിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉമേഷ്? ഉന്മേഷ്, പ്രധാനമായി ഇവർ മുന്നോട്ട് വെച്ച ഈ ആവശ്യങ്ങളിൽ മേലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. സമരക്കാരെ പ്രതിനിധീകരിച്ച് 7 പേർ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. NHM ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോപാലാണ് ഇപ്പോൾ ചർച്ചയിൽ NHMനെ പ്രതിനിധീകരിക്കുന്നത്. പ്രധാനമായി ഇവരുടെ ആവശ്യങ്ങൾ പ്രധാനമായി 21,000 രൂപ ഓണറേറിയം വായിക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയും. സ്വാഭാവികമായി ഈ 2 ആവശ്യങ്ങൾക്കും ഒരു മറുപടി നൽകാനുള്ള അധികാരം ഇപ്പോൾ NHM ഡയറക്ടർക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിലും ഈ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ചർച്ച തുടരുകയാണ്. ചർച്ച അരമണിക്കൂറോളമായി 12:30 തന്നെ ചർച്ച ആരംഭിച്ചു. അരമണിക്കൂറോളമായി ചർച്ച തുടരുകയാണ്. എന്തായാലും ഈ ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിരിക്കും ഒരുപക്ഷെ NHM ഡയറക്ടർക്ക് ഉണ്ടാവുക. ആ ഒരു നടപടിയായിരിക്കും NHM ഡയറക്ടർ സ്വീകരിക്കാൻ പോകുന്നത്. അതേസമയം നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനിരിക്കുകയാണ് ആശമാർ. അതുകൊണ്ട് തന്നെ ആ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യം, അതായത് സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള സാവകാശം വേണമെന്നുള്ള ആവശ്യം കൂടി NHM ഡയറക്ടർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം നിലവിൽ ഒരു അനിശ്ചിതകാല അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിയമസഭ നടക്കുന്ന സമയമാണ്. വലിയ ഒരു പ്രക്ഷോഭം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം സർക്കാർ നേരിടേണ്ടി വരും. ഒപ്പം ഇപ്പോൾ തന്നെ ആശമാരുടെ സമരത്തിന് വലിയ ജനകീയ പിന്തുണ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് അടക്കം പോവുകയാണെങ്കിൽ ആ പിന്തുണ ഉയരുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി NHM ഡയറക്ടർ ഈ ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുകയും ആശമാരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കണ്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കണം, ചർച്ച ചെയ്ത വിഷയം പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി ഒരു ചർച്ച സർക്കാർ നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായ ആവശ്യം ഈ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആ ആവശ്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും സർക്കാർ മറ്റെന്തെങ്കിലും നിലപാട് NHM ഡയറക്ടറോട് ഈ ആശമാരെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് അറിയാൻ കഴിയുക. ഉന്മേഷ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സുമായുള്ള ചർച്ച ഇപ്പോൾ തുടരുകയാണ്. ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകണം എന്നാണ് ആശാ വർക്കേഴ്സിന്റെ ആവശ്യം. ആശാ വർക്കേഴ്സിനെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതിനെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയെ ഇന്ന് നേരിൽ കണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടതായും VD സതീശൻ അറിയിച്ചു. ചർച്ചയ്ക്ക് അവരെ വിളിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ ഫോണിൽ സംസാരിച്ചാണ്. ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി കണ്ട് ആശാ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആശാ വർക്കർമാരെ അതിന് ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർക്കാർ മുൻകൈയെടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കണം, തീർച്ചയായിട്ടും പരിഹരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പരിഹരിക്കുമ്പോൾ സർക്കാരിനെ ആദ്യം അഭിനന്ദിക്കുന്ന ആൾ ഞാനായിരിക്കും. ഇത് പരിഹരിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ MP. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ഇടപെടൽ ശരിയായിരുന്നു എന്നാണ് ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. ഭാരതീയൻ എന്ന നിലയിലാണ് താൻ സംസാരിച്ചത് എന്നും വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നും ശശി തരൂർ വിശദീകരിച്ചു. പരാമർശത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണം. The policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places, and therefore India is in a position where it can make a difference. യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യയുടെ സ്വീകാര്യതയാണ് ഇതിലൂടെ അർത്ഥമാകുന്നതെന്നായിരുന്നു ഡൽഹിയിലെ റൈസിന ഡയലോഗിൽ ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കി നടത്തിയ പരാമർശം ചർച്ചയായതോടെ താൻ പറഞ്ഞതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് ശശി തരൂർ വിശദീകരിച്ചു. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. എന്നാൽ ശശി തരൂരിന്റെ പരാമർശത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മറുപടി. ഞാനത് കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് പാർട്ടി വിലയിരുത്തി പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് അതിന് നേരെയുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. ഞാൻ കേട്ടില്ല, അദ്ദേഹം കേട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കല്ലോ, നമുക്ക് കാണുമല്ലോ, എപ്പോഴും എന്താണെന്ന് നോക്കിയിട്ട് പറയാമല്ലോ. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പരാമർശം BJP ഏറ്റെടുത്തു. മോദി നയതന്ത്രത്തെ തരൂർ പുകഴ്ത്തിയത് അഭിനന്ദനീയമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം.
മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ ശശി തരൂർ പ്രശംസിച്ച ക്ഷീണം കോൺഗ്രസ് മറികടക്കുന്നതിനിടയിലാണ് വീണ്ടും അതേ സ്വരത്തിലുള്ള തരൂരിൻ്റെ പരാമർശം. ആവർത്തിച്ചുള്ള ഇത്തരം പരാമർശങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെതിരെ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. ആർ അച്യുതൻ, 24 ഡൽഹി. ഇപ്പോൾ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന് സമീപം തീപിടുത്തം. ടെക്നോ പാർക്കിന് മുന്നിലെ സുപ്രീം ബേക്കറിയിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയെത്തി തീയണച്ചു. ആളപായമില്ല. ചവറും മറ്റും കൂട്ടിയിട്ട് കത്തിച്ചതാണ് തീപിടിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാം. കൊല്ലം മയ്യനാട് 2.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. മകനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ്. എല്ലാവരും ഒരുപോലെ ദുഃഖാർത്തരാണ്. പിന്നെ രാവിലെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം നമ്മൾ കാണുന്നത്. 3 പേരാണ് മരണപ്പെട്ടത്. അപ്പോഴത്തന്നെ പോലീസിനെ അറിയിച്ചു. അവര് ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാരണങ്ങൾ വ്യക്തമാവുള്ളൂ. എങ്കിലും ഇവിടെ നാട്ടിലെല്ലാം അറിയപ്പെടുന്ന മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുടുംബം. കടബാധ്യതകളും അസുഖങ്ങളുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പൂർണ്ണമായും വ്യക്തമല്ലാത്തത് കൊണ്ട് അത് പറയാൻ പ്രയാസമുണ്ട്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. സുജിത്ത്, ഇത് എന്താണ് നാട്ടുകാർ ഉൾപ്പെടെ നൽകുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഉമേഷ്, 1 വർഷം മുമ്പാണ് അജീഷ് വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയത്. വിവിധ രോഗബാധിതനായാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം ഒരു അഭിഭാഷകന്റെ ഗുമസ്തനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിൽ ഒരു 3ഓളം സർജറികൾക്കും ഇദ്ദേഹം വിധേയനായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം രോഗം മാറാത്ത ഒരു സാഹചര്യം, വിവിധ രോഗങ്ങൾ കലശലായപ്പോഴാണ് ഒരു പരിശോധന നടത്തിയത്. പരിശോധനയിലൂടെ ഇദ്ദേഹത്തിന് അർബുദമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ മനോവിഷമത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇദ്ദേഹം. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഭാര്യയുമായി പങ്കുവച്ചിരുന്നു. അത് ഇരുവരും ഏറെ ദുഃഖിതരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇന്നലെ കുട്ടിക്കൊപ്പം മുറിയിലേക്ക് ഉറങ്ങാൻ പോവുകയായിരുന്നു. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും, രാവിലെ നേരം പുലർച്ചെ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് 3 പേരെയും പുറത്ത് കാണാതായതോടെയാണ് വീട്ടിലുണ്ടായിരുന്ന അച്ഛനും അമ്മയും, അജീഷിൻ്റെ അച്ഛനും അമ്മയും അയൽവാസിയുടെ സഹായത്തോടു കൂടി വീട് തുറന്നു നോക്കിയത്. മുറി തുറന്നപ്പോഴാണ് അതിനുള്ളിൽ 3 പേരെയും മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇവർ അജീഷും ഭാര്യ സുലുവും ആത്മഹത്യ ചെയ്ത നിലയും കുഞ്ഞിനെ കട്ടിലും കണ്ടെത്തുകയായിരുന്നു. ഇതിനുശേഷം തുടർന്ന് വരുന്ന പരിശോധനയിലാണ് കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇരുവരും ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ പരുപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 9 മാസത്തെ കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കുമൊടുവിൽ ഭൂമിയെ തൊട്ട് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകമിറങ്ങിയത്. കടലിൽ കാത്തിരുന്ന നാസ സംഘം ബഹിരാകാശ യാത്രികരെ കരയിലെത്തിച്ചു. Awaiting the drogue deploys. This view coming from the WB-57 high altitude plane. Next up, we'll stand by for the main deployment of the parachutes. The mains are quite a bit larger. You'll be able to notice the difference on your screen once they deploy, and they continue to ensure that the Dragon ഈ ഭൂമിയിലും ഭൂമിക്കപ്പുറവും ഒരിക്കൽ കൂടി ശാസ്ത്രത്തിന്റെ വിജയഗാഥ. 287 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയുടെ സ്പന്ദനമറിഞ്ഞു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കോ ഉൾക്കടലിൽ സ്പേസ് എക്സിന്റെ ഡ്രോൺ ക്യാപ്സ്യൂൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് 17 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് പേടകം തീരം തൊട്ടത്. സുനിതയ്ക്കും ബുച്ച് വിൽമോറിനുമൊപ്പം സഹയാത്രികരായി നിക് ഹേഗും അലക്സാണ്ടർ ഗോർബനേവും. And that is NASA astronaut Nick Hague, commander of Crew 9, now out of Crew Dragon Freedom. Some smiles, thumbs up, and a off. His first space flight. Oh, looks like we're getting our next crew member here. It is none other than Sunny Williams. Big smile, big waves. സാഹസിക യാത്രികരെ കാത്ത് തീരവും സർവ്വസജ്ജം. പേടകത്തിനുള്ളിൽ നിന്ന് 4 പേരെയും പുറത്തിറക്കി. ഇനി ആഴ്ചകൾ നീളുന്ന മെഡിക്കൽ നിരീക്ഷണം. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു 8 ദിവസത്തെ ദൗത്യത്തിനായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചുവരവ് നീളുകയായിരുന്നു.
റിസർച്ച് ഡെസ്ക് 24. സുനിത വില്യംസ് തിരിച്ചെത്തിയതിൽ ലോകം മുഴുവൻ സന്തോഷത്തിലാണ്. എന്നാൽ ഗുജറാത്തിലെ ജുലാസാൻ ഗ്രാമത്തിന് ആഘോഷത്തിന്റെ മാറ്റ് കൂടും. ഈ ചെറുഗ്രാമത്തിലാണ് സുനിതയുടെ കുടുംബത്തിന് വേരുകളുള്ളത്. ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലാണ് ജൂലാസാൻ എന്ന കൊച്ചു ഗ്രാമം. ഇവിടെ ഇന്ന് രാവിലെ ആഘോഷപൂരമായിരുന്നു. ഇതിഹാസ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെ കുടുംബത്തിന്റെ വേരുകൾ ഈ നാട്ടിലാണ്. സുനിതയുടെ പിതാവ് ന്യൂറോ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ദീപക് പാണ്ഡെ 1957 അമേരിക്കയിലേക്ക് കുടിയേറിയത്. സുനിതയുടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും പേരിൽ ഇവിടെ ഒരു ലൈബ്രറിയുമുണ്ട്. സുനിതയെ സുരക്ഷിതയായി തിരിച്ചെത്തിക്കുന്നതിനായി പ്രദേശവാസികൾ ദിവസവും പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. മുൻപ് ഇന്ത്യ സന്ദർശിച്ച വേളയിൽ സുനിത വില്യംസ് ഈ ഗ്രാമവും സന്ദർശിച്ചിരുന്നു. റിസർച്ച് ഡെസ്ക് 24. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 മൂന്നാം ദിനം. കൊല്ലം ജില്ലയിലാണ് ഇന്ന് യാത്രയുള്ളത്. പുനലൂരിൽ SN കോളേജിൽ ഇപ്പോൾ SKN സംസാരിക്കുകയാണ്. തത്സമയം അശോകന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സഹായം ഞാൻ ചെയ്തു. എനിക്ക് നിരന്തരമായി കോസ്റ്റ്യൂം അയച്ചു തന്ന അശോകൻ്റെ ഗായത്രി പൂട്ടി. എനിക്കതൊക്കെ അല്ലേ ഒരു സുഹൃത്തിനോട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അശോകനൊക്കെ അയച്ചു തരുന്ന ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ ഈ ശീതീകരിച്ച മുറിക്കുള്ളിൽ വളർന്ന ഒരാൾ ഇത്രയും മേലോട്ട് നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന ആകാശത്തിന് കീഴെ ഞാനും എൻ്റെ സംഘാംഗങ്ങളും. ആഷ്മിയൊക്കെ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഇത്രയും വെയിൽ കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിച്ചു വെയിലൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, വേറെ എന്തോ കുഴപ്പം വരാനിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആഷ്മി പറഞ്ഞത്. വിജയകുമാറിനെ കണ്ടാൽ അറിയാതായി. എൻ്റെ പേടിയെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞൊരു 30 ദിവസം കഴിയുമ്പോൾ വിജയകുമാറിനെ സ്നേഹസമ്പന്നയായ ഭാര്യയ്ക്ക് വിജയകുമാറിനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഏതോ ഒരു മനുഷ്യൻ രാത്രി വീട്ടിൽ കയറി വരുന്നല്ലോ എന്നായിരിക്കും ചിലപ്പോൾ ഭാര്യ സംശയിക്കാൻ സാധ്യത. ആ രീതിയിൽ കരിഞ്ഞുണങ്ങി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചൂട് സഹിച്ച് ഇത് കൂടാതെ ഉണ്ണികൃഷ്ണനും അതുപോലെ നമ്മുടെ സംഘം നമ്മുടെ ഈ നിങ്ങളെ ബഹിരാകാശത്ത് വരെ എത്തിച്ച് നമ്മുടെ കാഴ്ചകൾ കാണിച്ചു തരുന്ന മേഘക്കിറുകൾക്കിടയിൽ ഒരു ക്യാമറ ഒളിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ അറിയിച്ച ആദ്യത്തെ ആൾ ലോകത്ത് വിജയകുമാറാണ്. അങ്ങനെയുള്ള ആകാശ ദൃശ്യങ്ങളെ കാണിക്കുന്ന അരുൺ എഴുപുന്ന മുതൽ എത്രയോ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നറിയാം. മാത്രമല്ല ഒരു ഗവേഷക സംഘം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ബിന്ദുരാജ് എന്ന് പറയുന്ന 24 പ്രവർത്തിക്കുന്ന ഗവേഷകനാണ്. എന്തിനാണ് ഗവേഷകൻ എന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ, പ്രായോഗിക പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വലിയൊരു റിപ്പോർട്ടാക്കി ഒരു PhD തീസിസ് പോലാക്കി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നടത്തിയ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു നമ്മളിത് ലോഞ്ച് ചെയ്ത ദിവസം. ആ അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തതോടെ മുഖ്യമന്ത്രി വളരെ കടുത്ത നിർദ്ദേശം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കുറ്റവാളിയുടെ മുഖം നോക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഭരണപക്ഷത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആരെയും ജാമ്യത്തിലിറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകരുത്. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താവും. ഞാൻ പാർട്ടിക്കാരനായിട്ട് പറയുന്നതല്ല, പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതിനകത്ത് പാർട്ടിയൊന്നുമല്ല, മതമില്ല, ജാതിയില്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടി, 2 കുട്ടികളൊക്കെ നമുക്കുള്ളൂ. നമ്മൾ അമിതമായി വത്സല കുട്ടികളായിട്ട് വാത്സല്യത്തോടെ വളർത്തിയതാണ്. നമുക്കറിയാം ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ കുറെ കാലമായി കാത്തിരുന്നിട്ടൊരു കുഞ്ഞുണ്ട്. പുനലൂർ SN കോളേജിൽ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ ഇപ്പോൾ SKN സംസാരിക്കുകയാണ്. SKN40 കേരളയാത്രയുടെ മൂന്നാം ദിനമായ ഇന്ന് കൊല്ലം ജില്ലയിലാണ് പര്യടനം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തിയുള്ള യാത്ര പുരോഗമിക്കുകയായിരുന്നു. അഞ്ചൽ ജംഗ്ഷനിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി. ഹലോ അഞ്ചൽ ചന്തമുക്ക്, എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മളൊരു യാത്രയായിട്ട് ഇറങ്ങിയതാണ്. ലഹരി ഇപ്പോൾ ഇവിടെ കൂടുതലാ, അതുകൊണ്ട് ലഹരി ഇവിടെ നിന്ന് കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞു. ഇന്നലെ പിടിച്ചാൽ ഇന്നലെ MDMA പിടിച്ചോ? 790 മില്ലി 780 ഗ്രാം MDMA പിടിച്ച സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ MDMA കൊണ്ടുവരുന്നവനെ പിടിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഇത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. കേരളം, സാംസ്കാരിക കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ എല്ലാ എക്സൈസും പോലീസും ഇപ്പോഴാണിത് പിടിക്കാൻ തുടങ്ങിയത്. ഇത് വളരെ നേരത്തെ ചെയ്യണമായിരുന്നു. ടൗൺ വാർഡ് മെമ്പറാണ്. എന്താ പേര്? ജാസ്മിൻ. പിന്നെ നമ്മുടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിലോട്ട് തന്നെയാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ പൊതുവെ ഈ നിങ്ങളുടെ അഞ്ചൽ പഞ്ചായത്തിലൊക്കെ ഈ അടുത്ത സമയത്ത് 3-4 പ്രാവശ്യം MDMA ആയിട്ട് പിടിച്ചു. MDMA കഴിച്ചിട്ട് ആരെങ്കിലും വല്ല അക്രമം നടത്തിയ സംഭവം ഉണ്ടോ?
പ്രസിഡന്റ് പേരെന്താ? നൗഷാദ്. ഈ വാർഡിലെ മെമ്പറും കൂടെ ഉണ്ട്. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘടിപ്പിക്കുക, ബോധവൽക്കരിക്കുക. തീർച്ചയായിട്ടും അതേ കണക്ക് തന്നെ. ഇത് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മൊത്തത്തിൽ ഇതിനു വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മയക്കുമരുന്ന് മാഫിയകളെ കൂടെ പിടിക്കും. മാർക്കറ്റിലൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡീൽ ചെയ്തേക്കണം. തീർച്ചയായും. തങ്കമണി സർ, റിട്ടയർഡ് ഫ്രം മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഒരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ നടക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികളെ വരെ സ്വാധീനിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെല്ലാരും ശക്തമായിട്ട് എതിർക്കുക, ഒറ്റക്കെട്ടായി കേരളം മുഴുവൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞാൽ ഇത് അഞ്ചൽ പഞ്ചായത്താണ്, അതിന്റെ പ്രസിഡന്റാണ് ഇദ്ദേഹം. സാറിന്റെ ഇന്നലെ ഒരു ടോക്ക് ഞാൻ കണ്ടായിരുന്നു. വെഞ്ഞാറമൂട് അവിടെ പോയി അവരെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ കുറെ പേരൊക്കെ എതിർത്തു. ആ പിതാവ് എന്ത് ചെയ്തു? പുള്ളി സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ആ പുള്ളി നേരിട്ട കാര്യങ്ങൾ നിന്നുറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അവിടെ നമ്മളവിടെ ചില സുഹൃത്തുക്കൾ, ചേട്ടാ മാറിക്കോ വണ്ടി വരുന്നു. ചുമ്മാ പറഞ്ഞ ചേട്ടാ, നാളികേരത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയുണ്ട്? ഇത് പേടാന്നോ? ഇത് പേടല്ലല്ലോ. അല്ല, 75 രൂപ കിലോയ്ക്കോ? ഇന്ന് എന്നാ ചേട്ടാ ഇത് എത്ര വില കൂടിയത്? ചേട്ടാ എന്താ ഒളിച്ചിരിക്കുന്നേ? കച്ചവടം ചെയ്യണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അബ്ദുൽ അസീസ്. അസി എന്ന് പറയും. എപ്പോഴും കാണാറുണ്ട്. ഉണ്ടോ? സന്തോഷം. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇപ്പം കഴിപ്പ് കുറവാല്ലേ? പ്രമേഹം ഉണ്ടോ? എല്ലാം ഉണ്ട്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുണ്ട്. സന്തോഷം. നിങ്ങളാണ് ശക്തി കേട്ടോ. അപ്പൊ എത്ര മണിക്ക് തുടങ്ങും രാവിലെ ജോലി? 9:30. എപ്പോ തീരും? 5:30. പേരെന്താ? രാധാകൃഷ്ണൻ. ഓക്കെ. അപ്പൊ അങ്ങനെ രാധാകൃഷ്ണൻ ഒരു ഇടപാട് തീർച്ചയായിട്ടും. അമ്മമാരെയൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. ഹലോ, സുഖല്ലേ? സാറിനെ ഞങ്ങൾ എപ്പോഴും കണ്ടോണ്ടിരിക്കും. ആൾക്കാര് നിൽക്കുന്ന സാറിനെ കാണാനും വണ്ടി ഇപ്പൊ TV കാണുന്നില്ല. സന്തോഷം. ഞങ്ങള് കച്ചവടത്തിന് വന്നേ, തുണിയുടെ നൈറ്റിയും കൊണ്ടൊക്കെ അറിഞ്ഞോണ്ടിരിക്കുക സാറേ. വലിയ പ്രശ്നമാണ് നാട്ടിലൊക്കെ. മാറാൻ പോകുന്നില്ല സാറേ. സാറതെല്ലാം നിർത്തലാക്കണം. മെമ്പർ നമ്മുടെ കൂടെ ശക്തിയായിട്ട് നിൽക്കുകയല്ലേ? ESI പോയി മരുന്ന് മേടിക്കാൻ. വയ്യ. ഇവിടെ അഞ്ചൽ പഞ്ചായത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ അഞ്ചൽ പഞ്ചായത്തിനെ അറിയിച്ചേക്കണം. അപ്പോൾ ആരെങ്കിലും ഇന്നലെ ഇവിടെ MDMA ഒക്കെ പിടിച്ച സ്ഥലമാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ നമുക്കൊരു ഷോക്കായി പോയി. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ MDMA കാണല്ലേ നമ്മുടെ ആഗ്രഹം. എന്തായാലും പോലീസ് ശക്തമാണ്, എക്സൈസ് ശക്തമാണ്. ചേട്ടാ, എന്താ കേട്ടാ വിശേഷങ്ങളെ? ഓക്കെ. എങ്ങോട്ടാ ചേട്ടൻ്റെ വണ്ടി? ഇപ്പം പുനലൂർക്ക്. ഓവർ സ്പീഡ് എടുക്കരുതേ. സമൂഹം നന്നാവണമെങ്കിൽ ഉണ്ടല്ലേ, ഓരോ കുടുംബം നന്നാക്കണം. എന്ന് വെച്ചാൽ പേരൻസ് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കണം. അഞ്ചലിനെ സംബന്ധിച്ച് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടണമാണ്. കുറച്ച് നാളിന് മുൻപൊക്കെ ഈ അഞ്ചൽ രാത്രി കാലങ്ങളിലൊക്കെ തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. അഞ്ചൽ ബൈപ്പാസിൻ്റെ വരവോടുകൂടി ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വരികയും ഇപ്പോൾ NH-ൻ്റെ ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അതുവഴിയുള്ള ഗതാഗതം കുറയുകയും ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ അഞ്ചൽ വഴിയൊക്കെ മാപ്പ് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് കൂടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു വികസനം ഉയരുകയും കച്ചവടങ്ങൾ കൂടുകയും അത് തന്നെ ലഹരി മാഫിയയും ഇതൊരു കച്ചവടങ്ങൾ കൂടാനുള്ളൊരു സാഹചര്യമായിട്ട് കാണുക. അതിന് അനുവദിക്കാതെ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയമൊന്നും വേണ്ട. അപ്പോൾ താങ്ക് യു ആൾ. അപ്പോൾ മെമ്പറെ താങ്ക് യു. കാണാം. ഓക്കെ. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, ഫോട്ടോ എടുത്തോളൂ നമ്മളെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. SKN40 യാത്രയുടെ വിശദാംശങ്ങൾ 24 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ കൊലപാതകം ആസൂത്രിതം എന്ന സൂചന. ഭർത്താവായ പ്രതി യാസർ എത്തിയത് ബാഗിൽ കത്തിയുമായാണെന്ന് ദൃക്സാക്ഷി 24നോട് പറഞ്ഞു. അതേസമയം യാസറിനെതിരെ ഷിബില നൽകിയ പരാതി പോലീസ് അവഗണിച്ചു എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. യാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭർത്താവായ യാസറിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ഷിബില ഈങ്ങാപ്പുഴ കക്കാടുള്ള സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. കയ്യിൽ കരുതിയ പുതിയ കത്തിയുമായി ഇന്നലെ വൈകിട്ടോടെ യാസിർ ഈ വീട്ടിലേക്കെത്തി. നോമ്പ് തുറക്കുകയായിരുന്ന ഷിബിലയെയും മാതാപിതാക്കളെയും കുത്തിവീഴ്ത്തി. തടയാൻ ശ്രമിച്ചവരെയും യാസിർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷിയായ നാസർ 24നോട് പറഞ്ഞു. ഒരു ടെറർ മൈൻഡിലാണ് പുള്ളി വന്നത്. ഭയങ്കര കത്തിയൊക്കെ വീശി, പിന്നെ വീശിയാണ് നടന്നു പോകണം. അതെ, നമ്മളെ നേരെ അറ്റാക്ക് വന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഈ സൈക്കിൾ സൈഡിലായിരുന്നു. ആ സൈക്കിൾ എടുത്തിട്ട് വീശിയതായിരുന്നു. പുതുപ്പാടിയിൽ ലഹരിക്കടിമപ്പെട്ട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ഷിബില ആവശ്യപ്പെട്ടത് യാസിറിനെ പ്രകോപിതനാക്കിയിരുന്നു. ലഹരിക്കടിമയായ യാസിർ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് കാണിച്ച്
കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിന് പരാതി നൽകിയത്. യാസിറിനെ പോലീസ് ഉപദേശിച്ചു വിട്ടെങ്കിലും കൂടുതൽ നടപടിയെടുത്തില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഷിബില ഇന്നലെ രാത്രി തന്നെ മരിച്ചു. ആക്രമണത്തിന് ശേഷം കാറുമായി കടന്നുകളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഷിബിലയെ കുത്താൻ ഉപയോഗിച്ച കത്തിയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതേസമയം ആക്രമണ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. യാസിറിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം ഷിബില പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ലഹരിക്കടിമയായ യാസിറിനെതിരെ കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ യാസിറിന്റെ കാറിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒരു 3/4 മണിക്കൂർ മുൻപാണ് പ്രതി യാസിറിനെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. ഈ കാറാണ് ഇന്നലെ യാസിർ കൃത്യം നടത്താനായി ആ വീട്ടിലെത്തുകയും പിന്നീട് തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിൽ വെച്ച് നാട്ടുകാർ ഈ കാറിൽ വെച്ചാണ് യാസിറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഈ കാറിലാണിപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. ഈ കാറിൽ എന്തൊക്കെ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കാറിൽ നിന്ന് യാസിറിൻ്റെ ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സാധനങ്ങളെല്ലാം, കാറിൽ നിന്നും കണ്ടെത്തിയ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് സീൽ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. താമരശ്ശേരി സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിലിപ്പോൾ സാധനങ്ങൾ, ഈ കാറ് പരിശോധിച്ചു. കാറിലുള്ള സാധനങ്ങൾ ഇപ്പോൾ സീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷന് അകത്ത് യാസിറുണ്ട്. യാസിറിനെ കൊണ്ടുവന്ന് തെളിവെടുപ്പിന്, അതായത് ഈ കാറിൽ എത്തിച്ച് കാറിൽ എന്തൊക്കെയുണ്ട് എന്നത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയാണ് തെളിവെടുപ്പിനായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പക്ഷേ വൈദ്യപരിശോധനയും ഇവിടെയായിരിക്കും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്താനായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് ആരായുന്നത്. മറ്റ് താമരശ്ശേരിയോ മറ്റ് ആശുപത്രികളിലോ എത്തിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു രോക്ഷം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക്, തെളിവെടുപ്പ് എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ യാസിറിനെ എത്തിച്ചത് കോഴിക്കോട് മെഡിക്കൽ സ്റ്റേഷനിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിനുള്ളിൽ വെച്ചായിരുന്നു ഇന്നലെ രാത്രി ഏകദേശം 12 മണിയോടെ ഈ ഒരു കാർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാറ് പോലീസ്, നാട്ടുകാർ പിടികൂടി പോലീസിൽ ഈ കാർ ഏൽപ്പിക്കുകയും കാറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന യാസിറിനെ മെഡിക്കൽ കോളേജ് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാറിലാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കാറിൽ നിന്ന് യാസിറിൻ്റെ ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ബാഗിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ ഉള്ളത് എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ പുറത്ത് പറയാൻ പറ്റും. ഇപ്പോൾ എന്ത് തന്നെയായാലും ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് അകത്ത് യാസിറുണ്ട്. യാസിറിനെ അല്പസമയത്തിനകം പുറത്തിറക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിശദമായ ഒരു തെളിവെടുപ്പ് ഈ കാറിൽ ഇപ്പോൾ നടക്കേണ്ടതുണ്ട്. ശരി മിഥില, വ്യക്തമാണ്. മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുത്ത എസ്റ്റേറ്റിന്റെ നഷ്ടപരിഹാര തുക നിശ്ചയിച്ച സർക്കാർ 64 ഏക്കർ ഭൂമിക്കായി 26,56 ലക്ഷം രൂപ സർക്കാർ നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുനരധിവാസത്തിനായി കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതുപ്രകാരം എസ്റ്റേറ്റ് ഭൂമിയുടെയും നിർമ്മാണങ്ങളുടെയും മൂല്യനിർണ്ണയം നടത്തിയാണ് 26,56,10,709 രൂപ നഷ്ടപരിഹാരം നൽകാൻ നിശ്ചയിച്ചത്. റവന്യൂ വകുപ്പ് നിശ്ചയിച്ച തുകയ്ക്ക് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നഷ്ടപരിഹാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും തീരുമാനിച്ചു. വീട് നൽകുന്നതിനായി കണക്കാക്കിയ പട്ടികയിൽ 430 ഗുണഭോക്താക്കളെ ഉള്ളൂ. അതിനാൽ ആദ്യഘട്ടത്തിൽ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. ഉരുൾ ദുരന്തത്തിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾക്കും മന്ത്രിസഭ ധനസഹായം പ്രഖ്യാപിച്ചു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കും 10 ലക്ഷം രൂപ നൽകും. വനിതാ ശിശുവികസന വകുപ്പ് അനുവദിച്ച ധനസഹായത്തിന് പുറമെയാണിത്. 18 വയസ്സുവരെ തുക പിൻവലിക്കാനാകില്ല. തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പ്രതിമാസ പലിശ കുട്ടിയുടെ രക്ഷകർത്താവിന് നൽകും. ടൗൺഷിപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനായി രൂപീകരിച്ച യൂണിറ്റിൽ 2 തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്തൃ കുടുംബങ്ങളുടെ അന്തിമ പട്ടിക സർക്കാരിന് സമർപ്പിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. 417 കുടുംബങ്ങൾ അന്തിമ പട്ടികയിലുണ്ട്. ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫേസ് 2B അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ 73 വീടുകളാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടത്. വാർഡ് 10-ൽ 19, 11-ൽ 38, 12-ൽ 16 വീടുകൾ പട്ടികയിലുണ്ട്.
70 കുടുംബങ്ങളായിരുന്നു കരട് പട്ടികയിലുണ്ടായിരുന്നത്. 238 അപ്പീലുകൾ ലഭിച്ചെങ്കിലും അംഗീകരിച്ചത് 3 മാത്രം. 255 കുടുംബങ്ങൾ ആദ്യ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഫേസ് 2 അന്തിമ പട്ടികയിൽ 89 കുടുംബങ്ങളും ഉൾപ്പെട്ടു. മുണ്ടക്കൈ പ്രദേശത്തെ 17 കുടുംബങ്ങളെ കൂടി അധികമായി 3 പട്ടികകളിലുമായി ഉൾപ്പെടുത്തി സർക്കാരിന് ശുപാർശ നൽകി. പട്ടികയുമായി ബന്ധപ്പെട്ട 100-ലധികം അപ്പീലുകളും സർക്കാർ പരിശോധനയ്ക്ക് വിട്ടു. പടവെട്ടിക്കുന്നും റാട്ടപ്പാടിയും അട്ടമലയും പട്ടികയിലില്ല. ഈ പ്രദേശങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ ഉത്തരവ് ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരും മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിയും വിശദീകരിക്കുന്നത്. ആശാപ്രവർത്തകയായ ഷൈജ അന്തിമ ലിസ്റ്റിലുണ്ട്. മാതാപിതാക്കളും സഹോദരനും മരിച്ച ശില്പയും പട്ടികയിൽ ഉൾപ്പെട്ടു. പട്ടിക പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ആക്ഷൻ കൗൺസിലുകളുടെ നിലപാട്. 24 വയനാട്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം രാജ്യസഭയിൽ ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ നോക്കുകൂലിയെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന കേന്ദ്ര ധനമന്ത്രി പുനരധിവാസത്തിന് സാധ്യമായ എല്ലാ സഹായവും അനുവദിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് 529 കോടി രൂപ അനുവദിച്ചത് പ്രായോഗികമല്ലാത്ത നിബന്ധനകളോടെയാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി കുറ്റപ്പെടുത്തി. മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിച്ച് കത്തോലിക്ക സഭ മുഖപത്രം ദീപിക. മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന എഡിറ്റോറിയൽ കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം സമരം വീണ്ടും ശക്തമാക്കാനാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി അസാധുവാക്കിയതിന് പിന്നാലെയാണ് സർക്കാരിനെയും മുന്നണികളെയും അതിരൂക്ഷമായി വിമർശിച്ച കത്തോലിക്ക സഭ മുഖപത്രം ദീപിക രംഗത്ത് വന്നത്. വഖഫ് നിയമം നിലനിൽക്കുന്നിടത്തോളം ഇരകൾക്ക് നീതി ലഭിക്കില്ലെന്നും ഹൈക്കോടതി വിധി ഇതാണ് വെളിവാക്കുന്നതെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. വഖഫ് മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണം. വഖഫ് നിയമം സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ തിരുത്തണം. ഈ മതപ്രീണനം അസഹനീയമെന്നും ദീപിക എഡിറ്റോറിയൽ തുറന്നടിക്കുന്നു. കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. അതേസമയം മുനമ്പം വിഷയത്തിൽ നിയമവശം പരിശോധിച്ച സർക്കാർ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. മുനമ്പത്ത് കൈവശക്കാരുടെ പക്ഷത്താണ് ഗവൺമെന്റ്. കൈവശ കുടുംബങ്ങൾക്ക് സംരക്ഷണം കിട്ടാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. ഇതിനിടെ വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഭീമഹർജി നൽകാനൊരുങ്ങുകയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി. മുനമ്പം റിലേ നിരാഹാര സമരം 159-ാം ദിവസത്തിലേക്ക് കടന്നു. പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി ഇല്ലാതാക്കാൻ പണിത കുരിശ് പൊളിച്ചതിനെ വിമർശിച്ച് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. കയ്യേറ്റമെന്ന പേരിൽ കുരിശ് പൊളിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ദീപികയിലെ ലേഖനത്തിൽ പറയുന്നത്. സർക്കാർ ഭൂമി കയ്യേറി ബഹുനില കെട്ടിടം നിർമ്മിച്ച സജിത് ജോസഫിനെ ലേഖനത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റമുണ്ടെന്ന് പറയുമ്പോഴും ഒരു കുരിശു മാത്രം പൊളിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലെ ആക്ഷേപം. പൊളിച്ച കുരിശു മാത്രമാണോ അനധികൃത നിർമ്മാണമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. ധൃതി പിടിച്ച വാർത്താ ചാനലുകളുടെ അകമ്പടിയോടെ ആഘോഷമായി കുരിശു തകർത്തത് എന്തിനെന്നും ചോദ്യം. സർക്കാർ ഭൂമി കയ്യേറി ബഹുനില കെട്ടിടം പണിതെന്ന് കണ്ടെത്തിയ ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം സ്വദേശി സജിത് ജോസഫിനെയും ലേഖനത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം എന്തെന്ന പേരിൽ സജിത് ജോസഫിന്റെ കൈവശമുള്ള രേഖകളുടെ വിശദാംശങ്ങളും പറയുന്നു. സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാതെ പട്ടയഭൂമി വില കൊടുത്തു വാങ്ങി കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നവരെ കയ്യേറ്റക്കാരാക്കുകയാണ്. സജിത്തിനെതിരെ എല്ലാ അതിരുകളും ലംഘിച്ച് മാധ്യമ വിചാരണ ഉണ്ടായി. ക്രൈസ്തവ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനുമെതിരെ ചില മാധ്യമങ്ങൾ വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നു എന്നും ലേഖനത്തിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നു. 24 ഇടുക്കി. ലഹരിപ്പിടിയിൽ അമർന്ന് കേരളം. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വനിതകൾ പിടിയിലായി. മലപ്പുറത്ത് ലഹരിക്കടിമയായ യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. കൊല്ലം ഓച്ചിറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കേരളത്തിൽ ലഹരിവേട്ട തുടരുന്നു. 5 കോടി വിലമതിക്കുന്ന 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് വിമാനത്താവളത്തിൽ പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച രാജസ്ഥാൻ സ്വദേശി മാൻവി ചൗധരി, ഡൽഹി സ്വദേശി സാന്തി എന്നിവരെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പേരാമ്പ്രയിൽ പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിച്ച യൂത്ത് ലീഗ് നേതാവ് പിടിയിലായി. നെച്ചാട് സ്വദേശി അനസ് വാളൂരിനെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഓച്ചിറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി. 38ഓളം കഞ്ചാവ് ചെടികളും വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 10.5 കിലോ കഞ്ചാവുമാണ് എക്സൈസ് കണ്ടെത്തിയത്.
ഓച്ചിറ മേമനയിൽ മനീഷ് ഭവനത്തിൽ മനീഷ് മോഹന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് തോട്ടവും കഞ്ചാവും പിടികൂടിയത്. മലപ്പുറം അരീക്കോട് കിണറടപ്പിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് ചവിട്ടി തകർത്തു. കിണറടപ്പ് സ്വദേശി നിയാസിനെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. പറവൂർ മാഞ്ഞാലിയിൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കാനെത്തിയ ഒഡീഷ സ്വദേശി നിലു ദ്വരയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിൽ പ്രധാന കണ്ണികൾ പിടിയിലായി. കഞ്ചാവ് എത്തിച്ച് നൽകിയ ബംഗാൾ സ്വദേശികളായ അഹിന്ത മണ്ടേൽ, സൊഹേൽ ഷെയ്ഖ് എന്നിവരെയാണ് പിടികൂടിയത്. കേസിൽ ഇതുവരെ 6 പേർ പിടിയിലായി. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ആലുവയിൽ നിന്ന് സൊഹേൽ മൂവാറ്റുപുഴയിലേക്ക് ഒളിവിൽ പോയി. ഇന്ന് പുലർച്ചെ അതിസാഹസികമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ സുഹൃത്ത് അഹിന്ത മണ്ടേലിനെയും അറസ്റ്റ് ചെയ്തു. ഇരുവരും ചേർന്നാണ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിറ്റത്. നേരത്തെ പിടിയിലായ അനുരാജ് സൊഹേലിന് പണം കൈമാറിയതിന്റെ രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഒഡീഷയിൽ നിന്നാണ് പ്രതികളുടെ മൊഴി. ഇവർ കൂടുതൽ ഹോസ്റ്റലുകളിലേക്ക് കഞ്ചാവ് കൈമാറിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടത്തും. അനുരാജിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ടയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ഉപയോഗിച്ചവരും കൊണ്ടുവന്നവരും സൂക്ഷിച്ചവരും എല്ലാവരും പിടിയിലായി. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. കൊച്ചിയിൽ നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ 12 വയസ്സുകാരി മുൻപും കുഞ്ഞിനോട് ദേഷ്യം കാണിച്ചിട്ടുണ്ട് എന്ന് മൊഴി. തന്നോടുള്ള സ്നേഹക്കുറവ് തന്നെയാണ് ഇതിന് കാരണമെന്ന് പെൺകുട്ടി പറഞ്ഞുവെന്നാണ് പറയുന്നത്. പെൺകുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും. തനിക്ക് കിട്ടിയിരുന്ന സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ചിന്ത 12 വയസ്സുകാരിയെ കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത്തരമൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കാൻ സഹായിച്ചത് 1 മാസം മുമ്പുണ്ടായ മറ്റൊരു സംഭവത്തെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ മൊഴിയാണ്. കഴിഞ്ഞ മാസം കുഞ്ഞിന്റെ വാക്സിനേഷൻ രേഖകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. അന്ന് 12-കാരിയാണ് ഇത് ചെയ്തതെന്ന് കുഞ്ഞിന്റെ പിതാവ് സംശയിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പിതാവ് പോലീസിന് നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ രേഖകൾ നശിപ്പിച്ചത് താനാണെന്ന് 12-കാരി സമ്മതിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പായി ഹാജരാക്കിയ പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. ആവശ്യമെങ്കിൽ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകും. തുടർന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റാനാണ് തീരുമാനം. 24 കണ്ണൂർ. ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ആശാ വർക്കേഴ്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം അതിലേക്ക് പോകേണ്ടതുണ്ട്. പ്രതികരിക്കുകയാണ് ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയലും സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബിജോയുടെ നേതൃത്വത്തിലുള്ള NHMന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ചർച്ച നടത്തിയത്. ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച ഒരു ഡിമാൻഡും അവിടെ ചർച്ച ചെയ്യാനോ തീരുമാനത്തിലേക്ക് പോകാനോ കഴിഞ്ഞിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം വന്ന ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയും ചർച്ച ചെയ്തിരുന്നു. ഇൻസെൻറ്റീവിൽ ചില കൃത്രിമം നടത്തിയതുപോലെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് ഓണറേറിയത്തിന് ബാധകമാക്കുന്ന ഒരു വിചിത്രമായൊരു ഉത്തരവ്, അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ സമയം ചർച്ച ചെയ്തത്. നമ്മളതിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് സർക്കാരിന് പണമില്ല, സമയം കൊടുക്കണം, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവർ ഇത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളത് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമരം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തുടരും. ഇന്ന് ഈ ഫിക്സഡ് ഇൻസെന്റീവും മറ്റ് ഓണറേറിയം സംബന്ധിച്ച മാനദണ്ഡങ്ങളാണോ സംസാരിച്ചത്? ചർച്ചയിലുണ്ടായിരുന്നു. അവരത് സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമ്മളത് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ അതിനകത്തുള്ള അതിനകത്ത് വന്നിരിക്കുന്ന കൺഫ്യൂഷൻ തീർക്കുവാനായി നോക്കുമ്പോൾ അത് നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അത് NHMന് യാതൊരു കൺഫ്യൂഷൻ ഇല്ലെന്ന് അവർ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു കാരണവശാൽ 21,000 രൂപ ഓണറേറിയം, ഒരു ദിവസം 700 രൂപ, 232 രൂപയ്ക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ കാര്യം ചർച്ച ചെയ്യുവാൻ പോലും തയ്യാറല്ല. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഞങ്ങൾ ഹരിയാനയിലെയും ബംഗാളിലെ ഓർഡർ ഡോക്ടർ വിനയ് ഗോയലിന് നേരിട്ട് കാണിച്ചു. അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഓർഡറുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. വിരമിക്കൽ പ്രായം 62 വയസ്സിൽ പിരിച്ചുവിടാൻ സംസ്ഥാനത്തിന് ഉത്തരവുണ്ട്. അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള ആ ഉത്തരവ് നമ്മുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ചും പറയുന്നത് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണെന്നാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരവ് കാണിക്കുമ്പോഴും അത്തരം രേഖകൾക്കൊന്നും യാതൊരു മറുപടിയില്ല. പലതവണ നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണം എന്ന റിക്വസ്റ്റാണ് വെക്കാനുള്ളത്. എന്താണേലും ഏറ്റവും ഒടുവിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മന്ത്രിയുമായിട്ടൊരു ചർച്ചയ്ക്കൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും വേഗം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് എത്രയും വേഗത്തിൽ ചെയ്യാമെന്നുള്ളൊരു
ഒരു വാഗ്ദാനം മാത്രമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നിട്ടുള്ളത്. വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാ ആവശ്യങ്ങളും അക്കമിട്ട് തിരുത്തി നേരത്തെ കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ടച്ച് ചെയ്യാൻ പോലും തയ്യാറല്ല. അതാണ് ദിവസം നീണ്ട ഒരു സമരത്തിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന തരത്തിലാണ്. അതേ പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ സമരം തുടങ്ങി 4-ാം ദിവസം വന്നപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ത് വ്യത്യാസമാണ് ഇന്നുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ അമിത ജോലിഭാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല ഞങ്ങളുടെ സമരത്തിന്റെ ഡിമാൻഡ് എന്നുള്ളത്. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവരതിനകത്തേക്ക് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അതാണ് കേട്ടില്ല. അതറിയാം, നിങ്ങൾ പിൻവാങ്ങണം. ഡോക്ടർ വിനയ് ഗോയൽ ഡയറക്ടർ വളരെ പ്ലീസിംഗ് ആയിട്ട് പറയുന്നു, ഈ സമരത്തിൽ നിങ്ങൾ പിൻവാങ്ങണം. അതാണ് അവർക്ക് ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം. ഈ സമരം മതിയാക്കി പോകണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും സർക്കാരിന് സമയം കൊടുക്കണം. അത് എത്ര നാൾ ഞങ്ങൾ ചോദിച്ചു. 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മിനിമം ഓണറേറിയം 700 രൂപ പ്രതിദിനം എന്നതാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഞങ്ങൾ സമയം കൊടുക്കേണ്ടത്? ഇനിയും സമയം കൊടുക്കണം. സർക്കാരിൻ്റെ ഖജനാവിൽ പണം വരട്ടെ, അപ്പോൾ തരാമെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത്. നമുക്കത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞു. നമ്മളത് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ മന്ത്രിയുമായിട്ട് ചർച്ച നടത്താനുള്ളൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇന്നിപ്പോൾ ഇത് അവസാനിപ്പിച്ചത്. അതെ, സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണെന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് സമയം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 500 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ 100 രൂപയിൽ നിന്ന് ഇപ്പോൾ വർദ്ധിച്ച് 7000-ൽ എത്തിയില്ലേ? അതുകൊണ്ട് ഇനിയും അത് ക്രമാനുഗതമായി വർദ്ധിക്കും. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ മേലധികാരികൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സമരം ശക്തമായി പോവും. നാളെ രാവിലെ 11 മണിക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. ആശാവർക്കർമാർ ധാരാളമായി ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി. അവരുടെ പേരും ഡീറ്റെയിൽസും ഇതിനോടകം തന്നു കഴിഞ്ഞു. ഞങ്ങളത് വൈകുന്നേരത്തോടുകൂടി, കാരണം ആദ്യം കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയേറെ ആശാവർക്കർമാരാണ് അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. മുഴുവൻ ആശാവർക്കർമാർ സംസാരിച്ചു. ഓരോരുത്തരുടെയും ജീവിത പ്രാരാബ്ധങ്ങൾ അവിടെ വിശദീകരിച്ചു. ആ പന്തലിരിക്കുന്ന 99% ആശാവർക്കർമാരുടെയും ജീവിത പ്രാരാബ്ധങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇന്നിവിടെ വന്നത്. അതൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന മാത്രയിൽ തന്നെ സർക്കാരിന് സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മുന്നിൽ സർക്കാരിൻ്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ചോദിക്കാതെ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു, ഞങ്ങളുടെ സമരം തുടങ്ങിയതിന് ശേഷം തന്നെ ചോദിക്കാതെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഖജനാവൊന്നും കാലിയല്ല. ആശാവർക്കർമാർക്ക് ഒരു ഓണറേറിയ മിനിമം തുക, ഈ കേരളത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും മിനിമം തുക ചോദിക്കുമ്പോൾ മാത്രമാണ് ഖജനാവിൻ്റെ വളരെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ഇല്ല, ഏറ്റവും എളുപ്പത്തിൽ തന്നെ അതിന് വേണ്ടുന്ന ഒരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് റിക്വസ്റ്റ് പോവും. ഉടനെ തന്നെ NHM ഡയറക്ടർ വിനയ് ഗോയൽ സാർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണും. ഇവിടെ ഡോക്ടർ വിനയ് ഗോയൽ NHM ഡയറക്ടർ, ഡോക്ടർ ബിജോയ്, അദ്ദേഹം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറാണ്, ഡോക്ടർ എബി, അതോടെ അതിൻ്റെ NHMൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഡോക്ടർ ശ്രീമതി സീന, പിന്നെ അവിടെ ഓഫീസ് ഡോക്ടർ രാഹുൽ, പിന്നെ അവിടെ ഓഫീസ് ശരി. വർക്കേഴ്സ് അറിയിക്കുന്നു, നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തീരുമാനിച്ചിരുന്നു. അതിൽ മാറ്റമില്ല. ചർച്ച അങ്ങനെ പരാജയപ്പെടുകയാണ്. പക്ഷേ അപ്പോഴും മന്ത്രിയുമായി സംസാരിക്കാൻ അവസരം ഒരുക്കും. അത് മന്ത്രിയുമായി ചർച്ച ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്നവർ പറഞ്ഞതിനെ പോസിറ്റീവായി കാണുന്നു എന്നാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ പ്രതികരണം. സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. ഇന്ന് NHM സ്റ്റേറ്റ് മിഷന്റെ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ചർച്ച പരാജയപ്പെടുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നുണ്ട്. നമ്മൾ അവിടേക്ക് പോകുന്നു. മേഘന വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. മേഘന, അപ്പോൾ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. എങ്ങനെയാണ് അവരുടെ പ്രതികരണം ഈ ചർച്ചയ്ക്ക് ശേഷം? മേഘന. ഉമേഷ്,
ഉമേഷ്, കഴിഞ്ഞ ഒരു മണിക്കൂറായി വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കലുണ്ടായിരുന്നത്. ഇവിടുത്തെ ആശാ വർക്കർമാരെല്ലാം അത് ഒരു ചർച്ച വിജയത്തിലേക്ക് എത്തും, അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള വലിയ പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയനുസരിച്ച് അതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ചർച്ച പരാജയപ്പെടുന്നു. സർക്കാർ യാതൊരുവിധ ആവശ്യങ്ങളും ഇവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം തന്നെയാണ് ഇവിടെ നിന്നും ആശാ വർക്കർമാർ പ്രകടിപ്പിക്കുന്നത്. ചേച്ചി, സമരം തുടരും. സമരം നാളെ മുതൽ നിരാകാരം ഞങ്ങൾ തുടരും. ഞങ്ങൾ അവകാശം കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ നിരാകാരം കിടക്കും. ഇന്ന് 38 ദിവസമായി. ഒരു അല്പമെങ്കിലും സ്ത്രീകളാണെന്നുള്ളൊരു പരിഗണന തന്നിട്ടില്ല. ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചു, ചർച്ച പരാജയപ്പെട്ടെന്ന് പറയുന്നു. ഞങ്ങൾ സർക്കാർ ഒരു ആവശ്യവും പരിഗണിച്ചിട്ടില്ല, ഒരു അവകാശവും പരിഗണിച്ചിട്ടില്ല. ഞങ്ങളെ വെറുതെ പോകാൻ ഞങ്ങൾ പോകില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് വാങ്ങിയിട്ടേ പോകുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം വാങ്ങിയിട്ടേ പോകുള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്നതിന് കൂലി കിട്ടിയേ പറ്റും. 232 രൂപയ്ക്ക് ഞങ്ങൾ ജോലി ചെയ്യില്ല. ഞങ്ങൾക്ക് ഓണറിനെ കൂട്ടണം. 62 വയസ്സിൽ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ തരണം, പെൻഷൻ കിട്ടണം. ഇത് ഇത്ര, പിന്നെ ക്രൈറ്റീരിയ 10 എണ്ണം നിബന്ധന മാറ്റിയേ പറ്റുള്ളൂ. നാളെ മുതൽ നിരാഹാര സമരം നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഇത്രയും വലിയൊരു അനീതി കാണിക്കുന്ന ഗവൺമെന്റ് ഭരണത്തിൽ വന്നിട്ടേ ഇല്ല. നമ്മൾ ഇത്ര NSനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചപ്പോൾ പോസിറ്റീവായിട്ട് റിപ്ലൈ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഇങ്ങനെ ആയിപ്പോകുന്നുള്ള നല്ല വിഷമമുണ്ട്. നാളെ മുതൽ നിരാഹാര സമരം തുടങ്ങുകയാണ്. നമ്മൾ എത്ര നാളായാലും ഇത് നേടിയെടുത്തിട്ടേ പോകുള്ളൂ. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ ചേച്ചി? കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അവരായിട്ടെല്ലാം തകർക്കയില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളെ വീണ്ടും ഇങ്ങനെ മഴയത്തും ഇവർക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉമേഷ്, അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഈ 38 ദിവസം ഇവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് വലിയ പ്രതിസന്ധികൾ നേരിട്ട് സമരം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. സർക്കാർ രണ്ടാം തവണയും ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അതിൽ പരിഹാരമുണ്ടാകും, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ ഇല്ലാതായിക്കൊണ്ട് അവർ ഇത്തരത്തിൽ വീണ്ടും ഒരു സമരം തുടങ്ങുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഈ മണിക്കൂറുകളൊക്കെ ഇവിടെ കാത്തിരുന്നവരാണ്. അതായത് ഒരു സമരവിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവരോട് സംസാരിച്ച് കാത്തിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു നിരാശ വലിയ രീതിയിൽ ഇവർക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്. ചേച്ചി, വീണ്ടും സമരം തുടരും? വീണ്ടും സമരം ശക്തിയായി തുടരും. നാളെ നിരാഹാരത്തിലേക്ക് ഇരിക്കുകയായിരുന്നു. ഇന്ന് വിളിച്ചു ചർച്ചയ്ക്ക് എന്ന് അറിഞ്ഞപ്പം ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇന്നേക്ക് 30 ദിവസമായി. അപ്പോൾ ഇന്നലത്തെ മഴ എല്ലാവരും കണ്ടതാണല്ലോ. ആ മഴ, ഇടിയും മിന്നലെല്ലാം ഒരേ രീതിയിൽ ഏറ്റിരിക്കുന്ന ഒരു ആശാ വർക്കറാണ്. പിന്നെ നാളെ ശക്തിയായിട്ട് സമരം തുടരും. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർ നമ്മളെ കളിയാക്കാൻ വിളിച്ചതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചർച്ചയിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ആൾക്കാർ വരുമ്പോഴേ ഇനി അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. സർക്കാരിന് പണമില്ലെന്നാണ്. സർക്കാരിന് 1 കോടി രൂപയുടെ ബസ് വാങ്ങാനൊക്കെ സമയമുണ്ട്, അവരെ ദൂരത്തിനൊക്കെ സമയമുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട ആശ അവരോട് എന്ത് കുറ്റമാണ് ചെയ്തത്, എന്ത് ദ്രോഹമാണ് ഞങ്ങൾ ചെയ്തത്? ഞങ്ങളായിട്ട് ഇങ്ങനെ കളിയാക്കി ഇവിടെയായിട്ട് കഷ്ടപ്പെടുത്തണം. ഇന്നലെ മഴയത്ത് നിങ്ങളെല്ലാവരും മീഡിയ എല്ലാം കണ്ടവരാണല്ലോ ഈ മഴ നനഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ കരഞ്ഞു പോവുകയാണ് ചെയ്തത്. ഞങ്ങളെ കൂടെ ഉള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ സർക്കാരിന് ഇത് കണ്ണു കാണാൻ പറ്റുന്നില്ലല്ലോ. ഉമേഷ്, ഇത്തരത്തിലാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കാഴ്ച പോകുന്നത്. ഇനിയും ഇവർ നാളെ മുതൽ നിരാഹാര സമരം ആരംഭിക്കുന്നു. ആ നിരാഹാര സമരത്തിലേക്ക് തന്നെ, അതായത് ഇവർ ഉറച്ച നിലപാട്, അവരുടെ ആവശ്യങ്ങൾ, അത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഈ മാനദണ്ഡങ്ങളിലുള്ള പിഴവ് തിരുത്തുക, കൂടാതെ പെൻഷൻ നൽകുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ ഇവർ സമരവുമായി മുന്നോട്ട് പോകും. നാളെ മുതൽ നിരാഹാരം ആരംഭിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ആശമാർ മുദ്രാവാക്യം വിളികളുമായി, അതായത് അടിമകളല്ല എന്നുള്ളൊരു മുദ്രാവാക്യമാണ് ഇവർ വിളിക്കുന്നത്. അത്തരത്തിലുള്ള മുദ്രാവാക്യ വിളികളുമായി മുന്നോട്ട് പോവുകയാണ്. മേഘനയാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ നിർണായക മൊഴി പോലീസിന്. പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ ലത്തീഫും ഭാര്യയും നിരന്തരം അധിക്ഷേപിച്ചതുകൊണ്ടാണ് എന്ന് അഫാൻ. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത്. 80,000 രൂപ ലത്തീഫിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഈ പണം തിരികെ ചോദിച്ച പലതവണ ബുദ്ധിമുട്ടിച്ചു. പിതാവിന്റെ ഉമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണം. ഷെമിയെ കഴുത്തുഞ്ഞിരിച്ച് നിലത്തിട്ട പിതാവിന്റെ ഉമ്മയെയും കൊന്ന ശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത്. ബാഗിലിരുന്ന ചുറ്റികയെടുത്ത ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു. ശബ്ദം കേട്ട് ഓടിവന്ന സാജിദയെയും അടിച്ചു. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നാലെ ചെന്ന് ആക്രമിച്ചു കൊന്നു. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും 50 മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയെന്നും അഫാൻ മൊഴി നൽകി. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത്.
ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്കെറിയാൻ മുളകുപൊടിയും അഫാൻ വാങ്ങിച്ചു വെച്ചിരുന്നു. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളകുപൊടി ഉണ്ടായിരുന്നത്. 24 തിരുവനന്തപുരം. സിനിമകളുടെ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതിയുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അക്രമവാസനയും മയക്കുമരുന്ന് ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമുള്ളതുകൊണ്ടാണ് സിനിമയുടെ ഉള്ളടക്കത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുള്ളത് എന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സിനിമാ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് നമ്മൾ അനുമതി നൽകുന്നത്. അതിൻ്റെ ഭാഗമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ടവരുടെ യോഗം കൂടി ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പിന്തുണ തേടി മുൻ DGP ജേക്കബ് തോമസ് 5 നേതാക്കളെ നേരിൽ കണ്ട് സംസാരിച്ചു. RSS പിന്തുണയോടെയാണ് ജേക്കബ് തോമസിന്റെ നീക്കങ്ങൾ. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ മുൻ DGP ജേക്കബ് തോമസും നേരത്തെ ഇടം നേടിയിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ മാസം പിന്തുണ തേടി പ്രധാനപ്പെട്ട 5 BJP നേതാക്കളെ നേരിൽ കണ്ട് ജേക്കബ് തോമസ് സംസാരിച്ചത്. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷ്, പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരെയാണ് കണ്ടത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാന BJPക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന റിപ്പോർട്ട് ജേക്കബ് തോമസ് നേതാക്കൾക്ക് മുന്നിൽ വെച്ചതായും സൂചനയുണ്ട്. അതേസമയം ജേക്കബ് തോമസിന്റെ നീക്കം RSS പിന്തുണയോടെയെന്നാണ് വിവരം. RSS ദേശീയ നേതൃത്വത്തിന് കൂടി നിർദ്ദേശപ്രകാരമാണ് ജേക്കബ് തോമസ് നേതാക്കളെ കണ്ടത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബളയുടെ പിന്തുണയും ജേക്കബ് തോമസിനുണ്ടെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വിഷ്ണു സുരേഷ് വാർത്ത അറിയിക്കുന്നുണ്ട്. കൊച്ചി കടവന്ത്രയിൽ ഓമ്നി വാഹനത്തിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയാണ്. കാറിൽ 4 പേരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല എന്നാണ് വിഷ്ണു സുരേഷ് അറിയിക്കുന്നത്. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ഇന്നും തേനീച്ച ആക്രമണം. കളക്ട്രേറ്റിലെത്തിയ ജനങ്ങളെയും ജീവനക്കാരെയും തേനീച്ചകൾ ആക്രമിച്ചു. കളക്ട്രേറ്റ് കെട്ടിടത്തിലെ കൂറ്റൻ തേനീച്ചക്കൂടുകൾ മാറ്റാൻ ജില്ലാ ഭരണകൂടം വിദഗ്ധ സഹായം തേടി. ഇതിൽ നിന്ന് തന്നെ നീക്കും എന്നാണ് സൂചന. എല്ലാം ഇന്നലത്തോടെ തീർന്നെന്ന് കരുതിയതാണ്. പക്ഷേ ആ ചിന്ത വെറുതെയായി. തേനീച്ചക്കൂട് ഇന്നും ഇളകി. കളക്ട്രേറ്റിൽ എത്തിയവർക്ക് പലർക്കും കുത്തുകിട്ടി. പ്രശ്നം ഗുരുതരമായതോടെ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. കളക്ട്രേറ്റ് പരിസരത്തെ 3 കൂറ്റൻ തേനീച്ചക്കൂടുകളും നീക്കാൻ അടിയന്തര ശ്രമമുണ്ടാകുമെന്നും ഇതിനായി പ്രാദേശിക കീട നിയന്ത്രണ വിദഗ്ധരുടെ സഹായം തേടിയെന്നും കളക്ടർ വ്യക്തമാക്കി. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗവുമായി ആലോചിച്ചാണ് നടപടികൾ. ഇന്നലത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ 7 പേർ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേരൂർക്കട ആശുപത്രിയിലും കുത്തേറ്റവർ ചികിത്സയിലുണ്ട്. സഹപ്രവർത്തകരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇന്നലെ സബ് കളക്ടർ OV ആൽഫ്രഡിനും തേനീച്ചയുടെ കുത്തേറ്റിരുന്നു. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.